എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിക്കണ്ണനെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ലല്ലേ. സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ ബാലരൂപത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ലോകത്തിൽ തന്നെ ഉറിവഴിപാട് സമർപ്പിക്കുന്ന ഏക ശ്രീകൃഷ്ണ ക്ഷേത്രവും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലൊരു ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് മുഴുവനായി കാണാം. പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് ഉളനാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഉറിവഴിപാട് സമർപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ഏക ശ്രീകൃഷ്ണ ക്ഷേത്രവും ഇത് തന്നെയാണ്. ക്ഷേത്രത്തിൽ ഉറിവഴിപാടായി നേർന്നുകൊണ്ട് എല്ലാ രോഹിണി നാളിലും നടക്കുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടത്തിയാൽ ആഗ്രഹ സാഫല്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. ആദ്യമേ പറഞ്ഞല്ലോ, ബാലരൂപത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വർഷങ്ങൾക്ക് മുന്നേ ഭഗവാന്റെ പ്രതിഷ്ഠാ സമയത്ത് ശ്രീകൃഷ്ണ പരുന്ത് ശ്രീകോവിലിന് മുകളിൽ വട്ടമിട്ട് പറന്നു എന്ന് ഐതിഹ്യമുണ്ട്. ഒരിക്കൽ പുനർനിർമ്മാണ സമയത്ത് താഴികക്കുടം ഇളക്കിയപ്പോൾ പ്രതിഷ്ഠാ സമയത്ത് ഉള്ളിൽ സ്ഥാപിച്ച വെറ്റ വാടാതിരുന്ന സംഭവം ഏവരിലും വളരെയധികം അത്ഭുതമുളവാക്കിയിരുന്നു. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് മാത്രമല്ല ഇവിടം പ്രസിദ്ധമായിട്ടുള്ളത്. സാധനങ്ങൾ കളഞ്ഞു പോയാൽ പാൽപായസം വഴിപാട് നേർന്ന് ഭഗവാനെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് സാധനവുമാകട്ടെ അത് തിരികെ കിട്ടുമെന്ന വിശ്വാസവുമുണ്ട്. എല്ലാ രോഹിണി നാളിലും നടത്തി വരുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുത്താൽ വിവാഹ തടസ്സം, ജോലി തടസ്സം, സന്താന തടസ്സം ഇവ നീങ്ങുമെന്നും വിശ്വാസം. കൂടാതെ എല്ലാ രോഹിണി നാളിലും രോഹിണിയൂട്ട് എന്ന ചടങ്ങും ഈ ഒരു ക്ഷേത്രത്തിൽ നടത്തി വരുന്നു. 13 വയസ്സിൽ താഴെയുള്ള ബാലഗോപാലനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുത്ത ശേഷം ഭക്തർ വെണ്ണയും മധുരപലഹാരങ്ങളും നിറച്ച ഉറികൾ ഇവിടെ അർപ്പിക്കുന്നു. ഇത്തരത്തിൽ നൂറുകണക്കിന് ഉറികൾ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണിത്. പ്രതിഷ്ഠാ സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണ പരുന്തും വാടാത്ത വെറ്റിലയുമൊക്കെ തന്നെ ക്ഷേത്രത്തിന്റെ പവിത്രത വളരെയധികം വർദ്ധിപ്പിക്കുന്നവയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് നോക്കാം. വളരെ പണ്ട് ഉളനാട് ഒരു ഇരുണ്ട പ്രദേശമായിരുന്നു. ചതുപ്പും വെള്ളവും നിറഞ്ഞ പോളച്ചിറയും അതിന്റെ കരയിലെ കൈതക്കാടും ജനങ്ങളിൽ പേടി ഉളവാക്കുന്ന സംഭവങ്ങളായിരുന്നു. അക്കാലത്ത് പോളച്ചിറയിൽ കായൽമാടൻ എന്ന ഒരു ഭീകര സത്വം വസിച്ചിരുന്നു. പകൽ പോലും ഈ സത്വം കാരണം ജനങ്ങൾക്ക് പോളച്ചിറയുടെ കരയിൽ കൂടി യാത്ര ചെയ്യുവാൻ ഭയമായിരുന്നു. എന്നാൽ ഉണ്ണിക്കണ്ണന്റെ ക്ഷേത്രം പോളച്ചിറയിൽ കരയിൽ വന്നതിൽ പിന്നെ ഈ ഭീകര സത്വത്തെ ആരും കണ്ടിട്ടില്ല. ഇന്നും ഉണ്ണിക്കണ്ണന്റെ ഭക്തർ വിശ്വസിക്കുന്നത് കാളിന്തിയിൽ നിന്നും കാളിയനെ തുരത്തി അമ്പാടിയെ രക്ഷിച്ച പോലെ കായൽമാടലിൽ നിന്നും ഉള്ളനാടിനെ രക്ഷിച്ചത് ഉള്ളനാട്ടിലെ ഈ ഉണ്ണിക്കണ്ണനാണെന്നാണ്. ഉദ്ദിഷ്ട കാര്യം സാധിച്ച ശേഷമാണ് ഭക്തർ ഇവിടെ ഉറിവഴിപാട് സമർപ്പിക്കുക. വെണ്ണ, കദളിപ്പഴം, ഉണ്ണിയപ്പം, ലഡു, അവൽ, പഞ്ചസാര, കൽക്കണ്ടം, ഉണ്ടശർക്കര, ഉണക്കമുന്തിരി ഇവയാണ് ഉറിയിൽ നിറച്ച് ഉണ്ണിക്കണ്ണന് സമർപ്പിക്കുക. ഉറിയും അതുപോലെ തന്നെ കലവും അതിൽ നിറയ്ക്കേണ്ട സാധനങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും എല്ലാ മാസവും രോഹിണി നാൾ വരുന്ന ദിവസവും ഭക്തർക്ക് ഇവിടെ ലഡു, ഉണ്ണിയപ്പം, ഉറിവഴിപാട് ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഉപദേവതകളായ രക്ഷസിന് പാൽപ്പായസവും, ദുർഗയ്ക്ക് കുംഭത്തിലെ കാർത്തിക ഉത്സവ പൊങ്കാലയും, ഭഗവതി സേവയും, വിദ്യാരംഭവും, നാഗരാജാവ് നാഗയക്ഷിക്ക് തുലാമാസത്തിലെ ആയില്യത്തിന് 100 പാലും, ഗണപതി ഭഗവാന് ചിങ്ങത്തിലെ വിനായക ചതുർത്ഥിക്ക് അപ്പം മൂടൽ എന്നിവയും ഈ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളാണ്. വിശേഷ അവസരങ്ങളിൽ മഴ പെയ്യാതിരിക്കാനായി തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചാൽ ചടങ്ങുകൾ കഴിയുന്നത് വരെ മഴ മാറി നിൽക്കാറുണ്ടെന്നും ഈ ക്ഷേത്രത്തിലെ വിശ്വാസികൾ പറയുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉളനാട് ക്ഷേത്രത്തിലെ രോഹിണിയൂട്ട്. എല്ലാ രോഹിണി നാളിലും നടത്തുന്ന അന്നദാന വഴിപാടാണിത്. നിരവധി ഭക്തരാണ് രോഹിണിയൂട്ടിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഉണ്ണിക്കണ്ണൻ ഭക്തരോടൊപ്പം സദ്യ ഉണ്ണാൻ എത്തുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇനി ഉറിവഴിപാടിനെ കുറിച്ച് നോക്കാം. ഈ ക്ഷേത്രത്തിൽ വെണ്ണ ഉറിവഴിപാടായി കഴിക്കുന്നതിന് 1500 രൂപയും, ലഡു ആണെങ്കിൽ 800 രൂപയും, ഉണ്ണിയപ്പമാണെങ്കിൽ 800 രൂപയും, കദളിപ്പഴമാണെങ്കിൽ 600 രൂപയും, ഉണ്ടശർക്കരയാണെങ്കിൽ 500 രൂപയും, കൽക്കണ്ടമാണെങ്കിൽ 450 രൂപയും, അവലാണെങ്കിൽ 450 രൂപയും, ഇനി പഞ്ചസാര നിറച്ച ഉറിയാണെങ്കിൽ 400 രൂപയുമാണ് ഇവിടെ വഴിപാട് തുകയായി ഈടാക്കുന്നത്. ചിങ്ങമാസത്തിലെ ആണ്ടുപിറവി, ഉത്രാടം, തിരുവോണം, വിനായക ചതുർത്ഥി, അഷ്ടമി രോഹിണി, കന്നിയിലെ പൂജവയ്പ്, വിദ്യാരംഭം, തുലാത്തിലെ ആയില്യം, വൃശ്ചികം 1 മുതൽ 12 വരെ നടക്കുന്ന 12 കളഭം അവതാര ചാർത്ത്, മകരവിളക്ക്, കുംഭത്തിലെ കാർത്തിക, പൊങ്കാല, മീനത്തിലെ പ്രതിഷ്ഠ, രോഹിണി മഹോത്സവം, വിഷു എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഉണ്ണിക്കണ്ണനെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.